ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ കലാപമോ വർഗീയ അസ്വാസ്ഥ്യമോ വർഗീയ സംഘർഷമോ ഇല്ല. എന്താ അതിന് കാരണം? LDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. ആദ്യം ഗവൺമെൻറ്റിന് വേണ്ടത് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കലാണ്. അത് നല്ലതുപോലെയുള്ള LDF ആണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയുമായും ചാരി നിൽക്കുന്നില്ല. ഏത് വർഗീയ പ്രശ്നം വന്നാലും ശക്തമായി ഇടപെടുകയാണ്, കർക്കശമായി നേരിടുകയാണ്. അതിൻ്റെ ഫലമായി തന്നെ വർഗീയ ശക്തികളൊക്കെ കേരളത്തിലുണ്ട്. നേരത്തെ അവർ പല കലാപങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, പലരുടെ ജീവൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് മാരകമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ സ്വത്തുവകകൾ കവർന്നിട്ടുണ്ട്, നിരവധി വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തകർത്തിട്ടുണ്ട്. ഇതെല്ലാം നടന്ന നാടാണ് കേരളം. ആ കേരളത്തിലാണ് കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായി ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവുമില്ലാത്തത്. രാജ്യത്ത് അങ്ങനെ ഒരു സംസ്ഥാനം മാത്രമേ ഇപ്പോഴുള്ളൂ, അത് കേരളമാണ്. ഇത് നമുക്കിങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് LDF അധികാരത്തിലുള്ളത് കൊണ്ടാണ്. ആ സ്ഥിതി തുടരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. നേരത്തെ സഖാ ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ നിക്ഷേപം 3,60,000 കോടി രൂപയാണ്. നമ്മളിവിടെ അടുത്താണ് ആ നിക്ഷേപം കൊണ്ടുവരാൻ അവരാഗ്രഹിക്കുന്നത്. 3,60,000 കോടി രൂപ കേട്ടപ്പോൾ അമ്പരന്ന് പോവുകയായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ? കേരളം പോലെ വർഗീയ അസ്വാസ്ഥ്യമില്ലാത്ത വർഗീയ സംഘർഷമില്ലാത്ത ഒരു നാട് വേറിയതുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തത് എന്നാണ് പറഞ്ഞ മറുപടി. ഇതാണ് പ്രത്യേകത നാടിൻ്റെ. അപ്പോൾ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നില വിട്ട് നിക്ഷേപത്തിന് പറ്റിയ സംസ്ഥാനം, ഏക സംസ്ഥാനം കേരളം എന്ന നിലയിലേക്ക് കേരളം വളർന്നിരിക്കുന്നു. അത് LDF അധികാരത്തിലുണ്ടായതുകൊണ്ടാണ്. അതിനിയും ശക്തിപ്പെടുത്തണമെങ്കിൽ കേരളം LDF തന്നെ വരേണ്ടതുണ്ട് എന്നാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ടാണ് LDF വീണ്ടും വരേണ്ടതിൻ്റെ ആവശ്യകത ശക്തമായിട്ട് നമ്മുടെ നാട്ടിലെല്ലാവരും ഉന്നയിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഉള്ള പരിമിതി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ പരിമിതി ഒട്ടും ഏശാതെ തന്നെ നിങ്ങളെല്ലാവരും എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥിക്ക് പകരക്കാരായി പ്രവർത്തിക്കുന്നവരാണ്. അതിൻ്റേതായ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയും ആ പിന്തുണയുമാണ് ഇവിടെ LDFന് വലിയ തോതിൽ വിജയിക്കുന്നതിന് സാഹചര്യമൊരുക്കുന്നത്. ഇത്തവണയും ആ പരിമിതി ഒട്ടും കുറയുന്നില്ല, കുറച്ച് കൂടുകയാണ്. എനിക്ക് സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഓരോ ആളെയും കാണാനും എല്ലാ പ്രദേശങ്ങളിലും എത്താനും വോട്ട് അഭ്യർത്ഥിക്കാനുമൊക്കെ ഉണ്ടാകുന്ന പ്രയാസം, അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. കാരണം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പോകണം എന്ന ആഗ്രഹം LDFന് പൊതുവിലുണ്ട്. അതിൻ്റെ ഭാഗമായി പോകേണ്ടതായിട്ട് വരും. ഒരു സ്ഥാനാർത്ഥിയുടെ നിലയിൽ മാത്രം ഇവിടെ നിൽക്കാനാവില്ല. ആ വരുന്ന പരിമിതിയാകെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് അത് ഒരു പരിമിതിയുമാകാതെ നിങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.